ഹരിതകർമ്മസേന എന്ന ദുരിതകർമ്മസേനയെക്കുറിച്ച് ഒരു കാര്യം പറയാൻ ആണ് ഞാൻ വന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കരയഞ്ചിറ ഭാഗത്തുള്ള ഒരു മദർ നടത്തുന്ന ദൈവപരിപാലന ആലയത്തിലേക്ക് പോയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഹരിതകർമ്മ സേനാംഗങ്ങൾ വന്നു. മദർ അവിടെ ഉണ്ടായിരുന്ന പരിചാരകരോട് അവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം എടുത്തുകെട്ടി ഇവർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പരിചാരകർ പ്ലാസ്റ്റിക്കുകൾ അവിടെയുള്ള ശേഷിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ എടുത്ത് ഇവർക്ക് കൊണ്ടുകൊടുത്തു. പ്ലാസ്റ്റിക് കിട്ടിയിട്ടും ഇവർ ചോദിച്ചു, 50 രൂപ ചോദിച്ചു. ചിലയിടത്ത് ചില വീട്ടുകാർ പ്ലാസ്റ്റിക് കൊടുത്തില്ലെങ്കിൽ 50 രൂപ ചോദിക്കും. ഇവിടെ ഇവർ പ്ലാസ്റ്റിക് കൊടുത്തിട്ടും എന്ത് ചെയ്തു? ഇവർ ചോദിച്ചു, ഈ 50 രൂപ ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ മദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാവം പിടിച്ച മദറാണ്. അവിടെ കുറേ എന്നല്ല, ഒരു 2-4 പരിചാരകരുണ്ട്. പിന്നെ അവിടെ മക്കൾക്ക് നോക്കാൻ പ്രയാസമുള്ള പ്രായമായ അമ്മമാരുണ്ടാവും. മക്കൾ വിദേശങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ അമ്മമാർ തനിച്ച് വീട്ടിൽ നിർത്താൻ പറ്റാണ്ട് അവിടെ ആക്കി പോകുന്നവരോ അല്ലെങ്കിൽ എന്താ പറയുക, നോക്കാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് അവിടെ കൊണ്ടുവന്ന് ആക്കുന്ന മക്കൾ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മദറിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ ചിലവും എടുത്തിട്ടാണ്, ഈ പരിചാരികരുടെ ചിലവും അതേപോലെ തന്നെ ഈ അമ്മമാരെ ചിലവൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു ദൈവ പരിപാലനാലയം കഴിഞ്ഞു പോരുന്നത്. ഈ മദർ പൈസ ചോദിച്ചപ്പോഴെങ്കിലും കൊടുക്കാണ്ടിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. കയ്യിലുണ്ടായിരുന്ന 10 30 എല്ലാ പൈസയും കൂടി എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് ഒരു 19 രൂപ എടുത്തിട്ട് അവിടെ കൊടുത്തു. ഞാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഞാൻ സഹായം ചെയ്യാറില്ല. ഞാൻ മുമ്പൊക്കെ പോകുന്ന അവസരത്തിൽ എന്തെങ്കിലുമൊക്കെ ചിലവ് ചെയ്യാറുണ്ട്. ആ ദൈവപരിപാലന ആലയത്തിൽ മദറിൻ്റെ കയ്യിൽ കൊടുക്കാറുണ്ട്. ഞാൻ മാത്രമല്ല, മനസ്സിൽ നന്മയുള്ള എന്തെങ്കിലും ആൾക്കാരൊക്കെ ആ മദറിന് കൊടുക്കാറുണ്ട്. ആ പരിപാലന ആലയം കഴിഞ്ഞ് പോട്ടേന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ഒരു പൈസ എടുത്ത് കൊടുക്കാറുണ്ട്. ചില സമയത്ത് ചില ആളുകൾ ഭക്ഷണം ദാനം ചെയ്യാറുണ്ട്, ആ പാവപ്പെട്ട അമ്മമാർ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു 50 രൂപയ്ക്ക് വേണ്ടി വാദിക്കുകയാണ് ഈ ഹരിത കർമ്മ സേനാംഗത്തിലെ ചേച്ചിമാർ. മദർ കൊടുത്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്ലാസ്റ്റിക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എന്തിനാണ് ഈ 50 രൂപ ഇവരിങ്ങനെ ചോദിച്ച് വാങ്ങാനായിട്ട് നിൽക്കുന്നത്? ഈ ഹരിതകർമ്മ സേനാംഗങ്ങളിലത്തെ ഈ ചേച്ചിമാരെ അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത്. ഇവരെ എങ്ങനെ പ്ലാസ്റ്റിക് എടുക്കണമെങ്കിൽ എടുത്തുകൊണ്ട് പോട്ടെ, അത് നല്ല കാര്യം. പക്ഷേ ഈ പൈസ അതിവർ ഒരു വീടിൽ നിന്ന് 50 രൂപ, മറ്റൊരു വീടിൽ നിന്ന് 50 രൂപ, അങ്ങനെ നാടുകൾ തോറും ഇങ്ങനെ 50 രൂപ 50 രൂപ 50 രൂപ ചോദിച്ച് നടക്കുകയാണെങ്കിൽ അവർക്ക് എന്താ പറയുക, ഒരു ദിവസം എത്ര വരുമാനമായിരിക്കും ഉണ്ടാവുന്നത്? ഇത് ചിലപ്പോൾ ഈ ചേച്ചിമാരുടെ കയ്യിലല്ല അവർ സർക്കാരിനായിട്ട് സമ്പാദിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയേണ്ടത് ഈ പെണ്ണുങ്ങളെയല്ല, ശരിക്കും പറഞ്ഞാൽ സർക്കാരിനെയാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്ന ഈ തുക്കട ആൾക്കാരെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്. ഈ 50 രൂപ എടുക്കാനായിട്ട് പ്രയാസപ്പെടുന്ന, ഒരു ദിവസം 50 രൂപ പോലും ചിലവ്, ഒരു ദരിദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 60 രൂപ ചിലവ് ചെയ്യാൻ പറ്റാത്ത ഒരാളിനെയാണ് നമ്മൾ ദരിദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ വന്ന് ചോദിക്കുന്നത് എന്നിട്ട് 50 രൂപ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഏറെ കഷ്ടത്തിലാക്കിയിരിക്കും. ഇവർ ന്യായം പറയുന്നുണ്ട് അതിദരിദ്രരെ ഇതിൽ നിന്ന് ഒഴിവാക്കുമെന്നൊക്കെ. വെറുതെയാണ്. അപ്പോൾ ഞാൻ പോയ ഈ സ്ഥലത്തെ ദൈവപരിപാലനാലയത്തിലത്തെ മദറൊക്കെ പാവം എന്ന് പറഞ്ഞാൽ പാവമാണ്. അവരെങ്ങനെ കഴിഞ്ഞു പോകുന്നതെന്ന് അവർക്കും ദൈവത്തിന് മാത്രം അറിയാം. മനസ്സിൽ നന്മയുള്ള ഒരു കൂട്ടം ആൾക്കാരൊക്കെയാണ് ചിലപ്പോൾ അവരെ സഹായിക്കാൻ എത്തുന്നത്, ചിലപ്പോൾ അതുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരാന്നുള്ള ഒരു സ്വഭാവം പറയും. പണ്ടൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ ആക്രി പെറുക്കാൻ വരുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും നമുക്കൊരു മനസ്സമാധാനം കിട്ടും. അവർക്ക് നമ്മളിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടാണ് പൈസ കിട്ടുക, അങ്ങോട്ടല്ല നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇല്ലാത്ത ഓരോ പദ്ധതികളും നടപ്പാക്കി
പാവപ്പെട്ടവനെ അവതാളത്തിലാക്കുന്ന സർക്കാരിനെയാണ്. ഈ എന്താ പറയുക, ഈ ശവം കെട്ട സർക്കാരിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത്.